നമസ്കാരം. കേരളം വീണ്ടും ഒരു മഴക്കാലത്തെയും പ്രകൃതി ദുരന്തത്തിന്റെ അതിജീവന ഘട്ടത്തെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയവും കെടുതികളും ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ അത് വളരെ വളരെ ഗുരുതരമായിരുന്നു. ഇന്നിനൊരല്പം ആശ്വാസമുണ്ടെങ്കിലും നാളെ അതിലും വലിയ ഗുരുതരമായ ഒരു അവസ്ഥയെ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളുടെ ദുരിതങ്ങളും ജീവൻ നഷ്ടപ്പെട്ടവരുടെ വാർത്തകളുമൊക്കെ നമ്മളെ ഓരോരുത്തരെയും ഒരുപോലെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാണാതായവർക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കാനും ദുരിതബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാനും സർക്കാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം മുന്നിലുണ്ട് താനും. എന്നാൽ ഇത്തരം ഒരു അതിജീവന ഘട്ടത്തിൽ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങൾ അത് തികച്ചും നിർഭാഗ്യകരമാണ്. 2018 മഹാപ്രളയകാലത്ത് പിണറായി വിജയനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നത് ശ്രീ വി ഡി സതീശനും. 2018 കേരളത്തിലുണ്ടായത് ഇന്നത്തേക്കാൾ അതിഭീകരമായ ഒരു പ്രളയമായിരുന്നു എന്നത് ആരും മറന്നിട്ടില്ല. യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ അന്ന് ഡാമുകൾ ഒന്നാകെ തുറന്നുവിട്ടു. 2018 പ്രളയം അത്രയ്ക്കൊരു വലിയ ദുരന്തമാകാൻ കാരണം അത്തരത്തിൽ തുറന്നുവിട്ടതാണ്. കൃത്യമായി ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാതെ ഡാമുകൾ ഒരുമിച്ചങ്ങോട്ട് തുറന്നുവിട്ടു. ആയിരക്കണക്കിന് മനുഷ്യരെയാണ് പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് തെരുവിലാക്കിയത്. വ്യാപാരികൾക്ക് അന്ന് കടകളിലെ സാധനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല, മാറ്റി സ്ഥാപിക്കാനുള്ള സമയം ലഭിച്ചില്ല. അന്ന് ഭരണകൂടത്തിനുണ്ടായ ആ വൻവീഴ്ച മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ നിലവിലെ വി ഡി സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റാന്നിയില് ഡാം തുറന്നുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പിണറായി വിജയൻ 2018 തന്റെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ പാളിച്ചകളെ കുറിച്ച് മിണ്ടുന്നേയില്ല. അന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ ഭരണ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു എന്നത് മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. എന്നാൽ ഇന്നത്തെ വി ഡി സതീശൻ സർക്കാർ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളരെ ജാഗ്രതയോടെ തന്നെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭക്ഷണ വിതരണത്തെക്കുറിച്ചുമൊക്കെ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ജനങ്ങളെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും കൈകോർക്കുന്നത് കേരളത്തിന്റെ ഒരു മികച്ച മാതൃകയാണ്. അത്തരം കൂട്ടായ്മകളെ ഭരണകൂടത്തിന്റെ അനാസ്ഥയായി ചിത്രീകരിക്കുന്നത് ദുരിതാശ്വാസ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ, അതായത് സാധാരണക്കാരുടെ, സന്നദ്ധ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താനേ ഉപകരിക്കുള്ളൂ. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, സുരക്ഷിതമായ താമസം, ക്യാമ്പുകളിൽ ഇതൊക്കെ ഉറപ്പാക്കാൻ വി ഡി സതീശൻ സർക്കാർ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കാനും വീഴ്ചകൾ ഉണ്ടായാൽ അത് ഉടൻ പരിഹരിക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2018 പ്രളയകാലത്ത് സ്വന്തം ഭരണത്തിന് കീഴിൽ സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ചകൾ മറച്ചുവെച്ച് ഇന്നത്തെ സർക്കാരിനെയും സംവിധാനങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. അവിടെയും ഇവിടെയും ചില പാർട്ടി പ്രവർത്തകരും ചില പാർട്ടി മെമ്പർമാരും ഒക്കെ ചാനലുകളുടെ മുന്നിൽ, അവരുടെ പ്രത്യേക ചാനലുകളുടെ മുന്നിൽ, മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പുകൾ മാറ്റിവെച്ച് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സർക്കാരും പ്രതിപക്ഷവും പൊതുസമൂഹവും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണത്. ആ സമയത്താണ് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വെറുതെ കുറ്റപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രളയകാലത്ത് വി ഡി സതീശൻ സർക്കാർ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. കേരളം വീണ്ടും പ്രളയക്കെടുതിയെ നേരിടുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ 209 ക്യാമ്പുകളിലായി 5792 അന്തേവാസികൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 8 പേർ മരണപ്പെടുകയും 8 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് വേദനാജനകമാണ്. കാണാതായവരെ കണ്ടെത്തുന്നതിനായി തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദുരന്ത നിവാരണത്തിലെ അനാസ്ഥയും ഏകോപനക്കുറവും മൂലം ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. റാന്നിയിൽ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. വ്യാപാരികൾക്ക് കടയിലെ സാധനങ്ങൾ സുരക്ഷിതമാക്കാൻ പോലും സമയം ലഭിച്ചില്ല. അതിന്റെ പേരിൽ അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അനാസ്ഥയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഭക്ഷണ വിതരണത്തിൽ വീഴ്ചയുണ്ടായെന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഏകോപനക്കുറവ് കാരണം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്നാണ് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യേണ്ടി വന്നത്. സംസ്ഥാനത്തുടനീളം 100 കണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണ സംവിധാനം കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടതാണ്. ദുരന്തബാധിതർക്ക് ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, സുരക്ഷിത താമസം, നഷ്ടപരിഹാരം എന്നിവ കൃത്യമായി ഉറപ്പാക്കണം. അതോടൊപ്പം ഉണ്ടായ വീഴ്ചകൾ പരിശോധിച്ച് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണം.
ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ പ്രവർത്തകരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഒരു ദുരിത കാലഘട്ടത്തെ അതിജീവിക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ ഈ സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. Different angles. Don't forget to subscribe and support this channel.